യെസ്, വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ വെർമിസിലി വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ലോങ് വെർമിസിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും സബോള കുനുകുനാന്ന് അരിഞ്ഞതും, ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ഇറച്ചിപ്പൊടി എടുത്താൽ മതി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, പച്ചമുളക് കീറിയത്. പിന്നെ അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ചെറിയതായിട്ട് കനം കുറച്ച് നമ്മൾ സബോള അരിഞ്ഞെടുത്തതും പീസ് വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചതും വാനില എസൻസും തക്കാളി സോസും വാനില എസൻസ് അല്ല സോയ സോസും തക്കാളി സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ച് നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ അരിയുന്ന പോലെ അരിഞ്ഞത്, കശുവണ്ടിപ്പരിപ്പും സവോളയും അതുപോലെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കയുടെ കൂട്ടും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതെടുത്ത് പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ചാണ് നമ്മളത് വറുത്ത് മാറ്റി വെച്ചത്. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് സവോള, അതുപോലെ തന്നെ മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കുറച്ച് ആദ്യം സവോള വഴറ്റിയതിന് ശേഷം തക്കാളി ഇടുക. അങ്ങനെ മൂപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. അതൊന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ച് അതിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പീസും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് സോയാ സോസും തക്കാളി സോസും കൂടെ അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ സേമിയ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ എൻ്റെ സേമിയ കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു, അത്ര വേവണ്ട, പക്ഷേ വെന്താണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സേമിയയുടെ റെസിപ്പി. സേമിയയ്ക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സബോള ഡെക്കറേറ്റ് ഐറ്റംസും കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ടാൽ ഏകദേശം ഒരു ബിരിയാണി പോലെയൊക്കെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.